ഇനി ചിലരൊക്കെ ആളുകളെ വഴിതെറ്റിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതിശയോക്തിയില്ല. എന്തെങ്കിലും രോഗങ്ങളോ തകർച്ചകളോ വരുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയാണ് കേട്ടോ, നിനക്ക് സംഭവിച്ച ദൈവത്തിൻ്റെ ശിക്ഷയാണ് കേട്ടോ. നോ, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് നിനക്ക് രോഗങ്ങളും സഹനങ്ങളും ദൈവം തരുന്നത്. ഈശോ പ്രവർത്തിച്ച 37 അത്ഭുതങ്ങളെക്കുറിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യത്തെ 2 എപ്പിസോഡുകളിലായി നമ്മൾ ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ 20 അത്ഭുതങ്ങളെക്കുറിച്ച് കാണുകയുണ്ടായി. ഇനി ഈശോ പ്രവർത്തിച്ച 21ാമത്തെ അത്ഭുതമാണ് ഗനേസറത്തിലെ അത്ഭുതങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. ഗനേസറത്തിൽ ഈശോ വന്നുവെന്ന് കേട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഇതാ ആളുകൾ ധാരാളം രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തി. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ രോഗശാന്തി കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ അവിടെ തടിച്ചുകൂടി. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ഗനേസറത്തിൽ ഈശോ ഇതാ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് ഈ തിരുവചന ഭാഗത്ത് നാം കാണുക. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ ദൈവിക ശക്തി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന യേശുവിൻ്റെ ആ വലിയ സത്യം ഗ്രഹിക്കാനായിട്ട് ഈ തിരുവചന ഭാഗം നമ്മെ സഹായിക്കട്ടെ. ഈശോ പ്രവർത്തിച്ച 22ാമത്തെ അത്ഭുതമാണ് സീറോഫിനേഷ്യൻ സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തിയ അത്ഭുതം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കിത് കാണാൻ സാധിക്കുക. ഗ്രീക്കുകാരിയായിരുന്ന സീറോഫിനേഷ്യൻ സ്ത്രീ അവളുടെ മകള് പിശാച് ബാധിക്കപ്പെട്ട് രോഗാവസ്ഥയിലാണ്. ഈശോയുടെ അരികിൽ വരികയാണ്, മകളെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈശോ അവളെ പരീക്ഷിക്കാനായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മോളെ, മക്കളുടെ അപ്പം എടുത്തിട്ട് നായ്ക്കൾക്ക് കൊടുക്കാവോ? വലിയൊരു ചോദ്യമാണ്, തന്നെ മുറിപ്പെടുത്തുന്ന ചോദ്യം. ശരിക്കും മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കും, നായയുടെ സ്ഥാനത്താണ് ഇവരെ കാണുന്ന രീതിയിലായി ആ സംഭാഷണ രീതി. പക്ഷെ അത് ഇവളുടെ വിശ്വാസം എത്ര സ്ട്രോങ് ആണെന്ന് പരീക്ഷിക്കാനായിട്ടാണ് ഈശോ അത്രയും കടുത്ത വാക്കുകൾ ഉപയോഗിച്ച്. പക്ഷെ ഇവള് അതിൽ മിടുകയാണ്. സീറോഫിനേഷ്യൻ സ്ത്രീ പറഞ്ഞു, കാര്യം അതൊക്കെ ശരിയാണ്, ഇസ്രായേൽ മക്കൾക്കായിരിക്കും അനുഗ്രഹങ്ങൾ കൊടുക്കേണ്ടത്, അതായിരിക്കും മക്കള്. ഞങ്ങള് നായ്ക്കളുടെ സ്ഥാനത്താണ് ആയിരിക്കാം, എങ്കിലും മക്കള് കഴിച്ച് അവിടുന്ന് താഴത്തേക്ക് മേശപ്പുറത്ത് താഴെ വീഴുന്ന ചെറിയ ചെറിയ എച്ചില് കഷ്ണങ്ങളൊക്കെ തിന്ന് നായ്ക്കളും ജീവിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ ഈശോ പറഞ്ഞു, യുവർ ഫെയ്ത്ത് ഈസ് സ്ട്രോങ്, നിന്റെ വിശ്വാസം ശക്തമാണ്. സീറോഫിനേഷ്യൻ സ്ത്രീയുടെ മകൾക്ക് ഉടനെ രോഗശാന്തി നൽകി. അവളുടെ ദൈവം ഈശോ പരീക്ഷിക്കും നമ്മുടെ വിശ്വാസം സ്ട്രോങ് ആണോ എന്ന് നോക്കാനായിട്ട്. നമ്മളതിൽ പതറരുത്. വിശ്വാസം സ്ട്രോങ് ആണെങ്കിൽ അനുഗ്രഹങ്ങൾ ഡെഫിനിറ്റാണ്, തീർച്ചയാണ് ലഭിക്കും. ആ സീറോഫിനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസം ഇത്രയും കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ട് കൂടി അവള് പിന്തിരിഞ്ഞില്ല. ഈശോ എനിക്ക് നടത്തി തരണം, നടത്തി കൊടുത്തു. ഈശോ പ്രവർത്തിച്ച 23ാമത്തെ അത്ഭുതമാണ് ബധിരനെ സുഖപ്പെടുത്തുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. കേൾവി ശക്തിയില്ലാത്തൊരാള്, സംസാരശേഷി ഇല്ലാത്തൊരാള്, കേൾവി ശക്തിയില്ല, സംസാരശേഷിയും ഇല്ല, പക്ഷെ കാണാൻ പറ്റും. നേരത്തെ കേൾവി ശക്തിയുള്ള, സംസാരശേഷിയുള്ള, കാണാൻ പറ്റാത്ത ഒരാൾക്ക് കാഴ്ച കൊടുത്തു. ഇവിടെ കാഴ്ചയുണ്ട്, പക്ഷെ കേൾവി ശക്തിയില്ല, സംസാരശേഷിയില്ല. ഈശോയുടെ അടുക്കൽ എത്തിയ രോഗിയെ കൊണ്ടുവന്ന ആളുകൾ
ഉടനെ ഈശോ എന്ത് ചെയ്യുന്നറിയാവോ? ആ അവൻ്റെ ചെവിയിൽ വിരലുകളിട്ടു. തൻ്റെ വിരൽ കൊണ്ട് അവൻ്റെ ചെവിയിൽ സ്പർശിച്ചപ്പോൾ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റി തുടങ്ങി. കേൾവിശക്തി ലഭിച്ചു. തൊട്ടപ്പോൾ കേൾവിശക്തി. പിന്നെ തുപ്പൽ കൊണ്ട് നാവിൽ സ്പർശിച്ചപ്പോൾ സംസാരശേഷി വീണ്ടും കിട്ടി. ഈശോയുടെ സ്പർശനത്താൽ ഇതാ രോഗശാന്തി നേടുന്നു. ഈ രോഗശാന്തികളൊക്കെ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സുവിശേഷങ്ങളിൽ വിരചിതമായിട്ടുള്ളത്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ യേശുവിനെ കൂടുതൽ കൂടുതൽ അറിയാനായിട്ട് അവസരമുണ്ടാകണം. നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ സഹായിക്കാൻ ശക്തനായവൻ ഒരുവൻ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും കടന്നു വരണം. നമ്മുടെ ചെവിക്ക് വല്ല പ്രയാസം വരുമ്പോൾ, കേൾവിക്ക് വല്ല പ്രയാസം വരുമ്പോൾ, അയ്യോ എനിക്ക് കേൾക്കാൻ പറ്റുന്ന പ്രശ്നമായി എന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല വേണ്ടേ. വിരൽ കൊണ്ട് തൊട്ടാൽ സുഖപ്പെടുന്നവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ്റെ തുപ്പൽ സ്പർശിച്ചപ്പോൾ സ്ഫുടമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നത്. ഓർഡിനറി ടോക്കല്ല, സ്ഫുടമായിട്ട് സംസാരിക്കുന്ന വ്യക്തി. ശക്തനായവൻ, രോഗശാന്തി നൽകുന്നവൻ, അവനോടൊപ്പം വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ യേശുവിൻ്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് എന്ത് രോഗം വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും യേശു എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം നമ്മെ വഴി നടത്തണം. ഈശോ പ്രവർത്തിച്ച 24-ാമത്തെ അത്ഭുതമാണ് വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കിത് കാണാൻ സാധിക്കുക. ജനങ്ങൾ വലിയ ഒരു കൂട്ടം ഈശോയോടൊപ്പം ആയിരിക്കുന്നു. കുറേ മണിക്കൂറുകളായി പട്ടിണി കിടക്കാണ്. ഈശോ പറയണം ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ശിഷ്യന്മാർ ചോദിച്ചാൽ എവിടെ നിന്ന് കൊടുക്കണം ഈ വിജന പ്രദേശത്ത് ഇവർക്ക് ഭക്ഷിക്കാനായിട്ട്? നിങ്ങളിൽ എന്തുണ്ടെന്ന് ഈശോ ചോദിക്കുന്നു. 7 അപ്പമുണ്ട്, കുറച്ച് മീനുണ്ട്. സാരമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണത്തിനിരുത്ത്. ഈശോ 7 അപ്പം ആശീർവദിച്ചു കൊടുത്തു, വിളമ്പാൻ കൊടുത്തു. 4000 പേരോളുണ്ടായിരുന്നു പറഞ്ഞ അവിടെ. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. 7 കുട്ട നിറയെ ബാക്കി വന്നെന്ന് പറയുന്നു. നോക്ക്, അപ്പത്തിൻ്റെ രൂപത്തിൽ തൻ്റെ ശരീരം മുറിച്ച് പങ്കിടുന്ന ഈശോ, ലോകത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആളുകൾക്കും സമൃദ്ധമായിട്ട് തൻ്റെ ശരീരം അപ്പത്തിൻ്റെ രൂപത്തിൽ പങ്കിട്ട് കൊടുക്കുന്ന ഈശോ, അതിന് മുന്നോടിയായിട്ട് ഇതാ കുറച്ച് പേർക്ക് വെറും അപ്പം ആശീർവദിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന അത്ഭുതമാണ് നമ്മൾ കാണുക. നമ്മുടെ കുർബാന എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ശരീരം അപ്പത്തിൻ്റെ രൂപത്തിൽ മുറിച്ച് പങ്കിട്ട് തരല്ലേ. അത് 2000 വർഷത്തോളമായി. ഇനി എത്ര കാലം ഈ ലോകമുണ്ടോ അത്രയും കാലമുള്ള ജീവിച്ച് മരിക്കുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷിക്കാൻ കൊടുക്കുന്ന തൻ്റെ ശരീരം അപ്പത്തിൻ്റെ രൂപത്തിൽ. ആ വലിയ അത്ഭുതമല്ലേ അത്. കുർബാന എന്ന് പറഞ്ഞാൽ അതിലും വലിയ അത്ഭുതം ലോകത്ത് നടക്കാനില്ല. നമ്മൾ നോക്കുമ്പോൾ അപ്പം, പക്ഷെ എന്താ? കർത്താവിൻ്റെ ശരീരമാണത്. ആ വലിയ അത്ഭുതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചെറിയ അത്ഭുതമാണ് വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ അത്ഭുതം. ഈശോ പ്രവർത്തിച്ച 25-ാമത്തെ അത്ഭുതമാണ് വീണ്ടും അന്ധന് കാഴ്ച കൊടുക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുക. ഒരു കുരുടനെ ഈശോയുടെ അരികിലേക്ക് അവർ കൊണ്ടുവരുന്നു. കുരുടനെ കൊണ്ട് ഈശോ പുറത്തുപോയി അവൻ്റെ കണ്ണുകളിലേക്ക് തുപ്പി. ആ തുപ്പൽ കണ്ണുകളിൽ വീണപ്പോൾ അവന് കുറച്ച് കാഴ്ച കിട്ടി. ഈശോ അവനോട് ചോദിക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം പറയാണ്, കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആളുകളെയൊക്കെ കാണുമ്പോൾ മരങ്ങളെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും ഈശോ അവൻ്റെ കണ്ണുകളിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. ഉടനെ അവന് പൂർണ്ണമായി കാഴ്ച കിട്ടി. എല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഡബിൾ വിഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ആളുകൾക്ക് പൂർണ്ണമായിട്ടും കാഴ്ച കിട്ടണമെങ്കിൽ ഈശോ കൈകൊണ്ട് തൊടണം.
അല്ലെങ്കിൽ പകുതി വിഷനെ കിട്ടത്തുള്ളൂ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. നമ്മൾ ഇങ്ങനെയാന്ന് വിചാരിക്കും, നോക്കിയാൽ മരങ്ങളെ പോലെ ഇരിക്കുന്നു, പക്ഷെ ശരിക്കുള്ള മനുഷ്യരവര്. അത് ആ കാഴ്ചശക്തിയിലെ കുറവാണ്. യേശുവിൻ്റെ കരങ്ങൾ തൊട്ടപ്പോഴാണ് അവന് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ തിരുവചനഭാഗം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ചിന്തയുണ്ട്. നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ മരങ്ങളെപ്പോലെ കാണരുത്. യേശുവിൻ്റെ കരസ്പർശമേറ്റ് കൃത്യമായിട്ട് മനുഷ്യരായിരിക്കുന്ന രീതിയിൽ മനുഷ്യരെ കാണാൻ നമുക്ക് സാധിക്കണം. അതിന് കർത്താവിൻ്റെ കൈ നമ്മുടെ കണ്ണിൽ വരണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണരുത്, മനുഷ്യരെ പോലെ കാണണം. മനുഷ്യരെ പോലെ കാണണമെങ്കിൽ കർത്താവിൻ്റെ കൈ എൻ്റെ കണ്ണിൽ വന്ന് തൊടണം. എൻ്റെയും നിങ്ങളുടെയും കണ്ണിൽ കർത്താവിൻ്റെ കൈ വന്ന് തൊടാനും മനുഷ്യരെ പോലെ കാണാനും നമുക്ക് ദൈവം ഇടവരുത്തട്ടെ. ഈശോ പ്രവർത്തിച്ച 26ാമത്തെ അത്ഭുതമാണ് വീണ്ടും അന്ധനെ സുഖപ്പെടുത്തുന്നത്. ഈശോയുടെ അരികിൽ അന്ധനായ ഒരു വ്യക്തി വന്നു, കുരുടൻ, കാഴ്ചയില്ല. ഈശോയോട് സംശയം ചോദിക്കുന്നുണ്ട് അവർ. ഇവൻ എന്താ അന്ധനായത്? ഇവൻ്റെ പാപം കൊണ്ടാണോ അല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ ഇവൻ കുരുടനായി ജനിച്ചത്? ഈശോ പറയുന്ന മറുപടി ശ്രദ്ധിക്കണം എല്ലാവരും, പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക തലമുറ. ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തം അല്ല, ഇവനിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകേണ്ടതിനാണ്. ഇന്ന് ചിലരൊക്കെ ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിശയോക്തിയില്ല. എന്തെങ്കിലും രോഗങ്ങളോ തകർച്ചകളോ വരുമ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷയാണ് കേട്ടോ, നിനക്ക് സംഭവിച്ച് ദൈവത്തിൻ്റെ ശിക്ഷയാണ് കേട്ടോ. നോ, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ് നിനക്ക് രോഗങ്ങളും സഹനങ്ങളും ദൈവം തരുന്നത്. ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടേ? ഈശോ നേരിട്ട് പറഞ്ഞ ഉത്തരമല്ലേ. നമ്മൾ വീക്കായിരിക്കുമ്പോൾ, ബലഹീനമായിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരാൾക്ക് നമ്മളെ അടിച്ച് വീഴ്ത്താൻ പറ്റും. നമുക്ക് എന്തെങ്കിലും തകർച്ചകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ആരെങ്കിലും പറയാണ് ഇന്ന് ഇതുകൊണ്ടാട്ടോ, ദൈവത്തിൻ്റെ ശിക്ഷയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ അയ്യോ അത് അങ്ങനെയാണോ, ആയിരിക്കുമോ, വേഗം വീണു പോവാ ചിന്തയിൽ. നമ്മുടെ ബലഹീനതകൾ അങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ലെന്നുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഈ തിരുവചനഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. രോഗങ്ങളും തകർച്ചകളൊക്കെ വരുന്നത് ഒരിക്കലും പാപത്തിൻ്റെ ശിക്ഷയല്ല. ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, രക്ഷിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക, നീ അന്ധനായി ജനിച്ചത് നിൻ്റെയോ നിൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമല്ല, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. രോഗങ്ങൾ വരുന്നത്, ദുഃഖങ്ങൾ വരുന്നത്, ദുരിതങ്ങൾ വരുന്നത്, തകർച്ചകൾ വരുന്നത് ദൈവാനുഗ്രഹമായിട്ട് കാണാൻ സാധിക്കണം. ഇവിടെ അന്ധന് സൗഖ്യം കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ യേശു നിലത്ത് തുപ്പിക്കൊണ്ട് ആ തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞ് കഴുകി അവൻ കാഴ്ചയുള്ളവനായി. സിലോഹ എന്ന് നിങ്ങൾക്കറിയാം, അയക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. അയക്കപ്പെട്ട യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് സൗഖ്യമുള്ളവനായി മാറിയ ആ കുരുടൻ നമ്മുടെ മുമ്പിൽ വലിയ ഒരു ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ആ ക്ലാസ് ഇതാണ്: ദൈവത്തിൻ്റെ മഹത്വം ഇതാ എന്നിൽ പ്രകടമായിരിക്കുന്നു, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ എനിക്കിതാ പ്രകാശം കാണാനുള്ള കഴിവ് തന്നിരിക്കുന്നു, യേശുവിനെ തിരിച്ചറിയാനുള്ള കഴിവ് തന്നിരിക്കുന്നു. ഈശോ പ്രവർത്തിച്ച 27ാമത്തെ അത്ഭുതമാണ് പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. ഇതാ പിശാചു ബാധിച്ച ഒരു ബാലനെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു. അവർ പറയാണ്, നിന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി, പക്ഷെ അവർക്ക് സുഖപ്പെടുത്താൻ സാധിച്ചില്ല. ഈശോയെ സുഖപ്പെടുത്തണേ. ഈശോ ഉടനെ തന്നെ ആ പിശാചു ബാധിച്ച പിശാചിനെ പുറത്താക്കിക്കൊണ്ട് സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുന്നെന്നാണ് തിരുവചനം പറയുക.
അതിനിടയ്ക്ക് ഈശോ ശിഷ്യന്മാരോട് കാര്യം പറയുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാ. വിശ്വാസമില്ലാത്ത വഴി പിഴച്ച തലമുറയെ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വെർ ഇസ് യുവർ ഫെയ്ത്ത്? അത്ഭുതം നടക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാവോ? വിശ്വാസത്തിൽ നിങ്ങൾക്ക് വന്ന കോട്ടമാണ്. അതുകൊണ്ടാണ് പറയുന്നേ, വിശ്വാസമില്ലാത്ത വഴി പിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കണ്ടോ ഈശോയുടെ ചോദ്യം നോക്കിയാൽ. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫെയ്ത്ത് ഉണ്ടെങ്കിലാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുക യേശുവിൻ്റെ നാമത്തിൽ. സ്വീകരിക്കുന്ന ആൾക്കും ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക. എവറിത്തിങ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഫെയ്ത്ത്. അതുകൊണ്ടാണ് വിശ്വാസം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മളൊക്കെ ഈ പുതിയ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പം എല്ലാം വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒത്തിരിയേറെ മാധ്യമ പ്രവർത്തനം നടക്കുന്ന ഈ കാലഘട്ടത്തിലാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്, ഫെയ്ത്ത് ഈസ് ദ ബേസിസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പിശാചും പമ്പ കടക്കും. ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈശോ പ്രവർത്തിച്ച 28ാമത്തെ അത്ഭുതമാണ് നികുതിയുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുതം. നികുതി കൊടുക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസ്ലിഹായോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് നീ പോയി ചൂണ്ടയിടുമ്പോൾ നിനക്ക് ഒരു മത്സ്യം കിട്ടും. ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായി തുറക്കുമ്പോൾ നിനക്ക് ഇതിന് നാണയം കിട്ടും. അതുകൊണ്ട് കൊടുക്ക് എനിക്ക് നിനക്കും വേണ്ടി നികുതിക്കായിട്ട്. എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ഈ വലിയ അത്ഭുതം, അതായത് നീ ചെന്ന് ചൂണ്ടയിടുമ്പോൾ നിനക്ക് കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ നാണയം ഉണ്ടാകും, ആ നാണയം എടുത്ത് നികുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം ക്രമീകരിക്കുന്ന വലിയ അത്ഭുതം നമ്മോട് വിളിച്ചു പറയുന്നത്, നമ്മൾ നിയമങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് നിയമങ്ങളാണെങ്കിലും ഇടർച്ച ഉണ്ടാക്കരുത്. ദൈവപുത്രനായ അവിടത്തേക്ക് ഒരിക്കലും നികുതി കൊടുക്കേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ ഒരു വ്യക്തിക്ക്, ഒരു അധികാരിക്ക് നികുതി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേങ്കിലും നീ കൊടുത്തോ. അത് ടു അവോയ്ഡ് സ്കാൻഡൽ, ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നികുതി കൊടുക്കാൻ പറയുന്നത്. അത് തന്നെ ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുക, വായ തുറക്കുമ്പോൾ വായിൽ നാണയം, അതൊരു അത്ഭുതമല്ലേ? ഈശോ പ്രവർത്തിച്ച ഈ അത്ഭുതം ഒരിക്കലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഭരണാധികാരികളോടാണെങ്കിൽ പോലും നമ്മൾ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് പോകണം. ഒരിക്കലും മറ്റുള്ളവർക്ക് ഇടർച്ച കൊടുക്കരുതെന്നുള്ള വലിയൊരു ചിന്ത കൂടി ഈ അത്ഭുതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോ പ്രവർത്തിച്ച 29ാമത്തെ അത്ഭുതമാണ് പിശാചു ബാധിതനായ ഒരു ഊമനെ സുഖപ്പെടുത്തുന്ന ഭാഗം. നമുക്കത് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗത്താണ് കാണാനായിട്ട് സാധിക്കുക. ഈശോ തൻ്റെ ദൈവിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഊമനായൊരു വ്യക്തിയിൽ നിന്നും പിശാചിനെ ആട്ടിപ്പായിക്കുന്നു. ആ ഊമൻ സംസാരിക്കാൻ തുടങ്ങുന്നു. വലിയ അത്ഭുതം. പക്ഷെ അവിടെ കുറേ പേര് ഈശോയെ എതിർത്തുകൊണ്ട് പറയാണ്, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഈ പിശാചിനൊക്കെ ബഹിഷ്കരിക്കുന്നത്. വീണ്ടും നോക്ക്, നന്മയിൽ നന്മ കാണാതെ നന്മയിൽ തിന്മ കാണുന്ന ഒരു സമൂഹം. നമ്മൾ ആ വിമർശകരുടെ കൂട്ടത്തിൽ കൂടരുതെന്ന് പിതാവ് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. മറ്റുള്ളവർ നന്മ ചെയ്യുമ്പോൾ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകണം. അതിൽ തിന്മ കണ്ടെത്തി വിമർശിക്കാനല്ല നമ്മൾ മുന്നിട്ട് വരേണ്ടത്. ഇതാ സംസാരശേഷിയില്ലാത്ത കഷ്ടപ്പെട്ടിരുന്ന ഒരാൾക്ക് സംസാരിക്കാൻ ഈശോ അവസരം കൊടുത്തു, അത്ഭുതം വഴിയായിട്ട്. അതിന് സന്തോഷിക്കുക ചെയ്യേണ്ടത് നമ്മൾ, അല്ലാതെ അതിന് വിമർശിക്കുകയല്ല.
അതവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ്, ബെൽസെബുലിനെ കൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയല്ല. സി ഗുഡ് ഇൻ എവറിഥിങ്. ഈശോ പ്രവർത്തിച്ച 30ാമത്തെ അത്ഭുതമാണ് കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കത് കാണാൻ സാധിക്കുക. 18 വർഷമായിട്ട് കൂന് രോഗം ബാധിച്ച് പ്രയാസത്തിലിരുന്ന ഒരു സ്ത്രീയെ ഈശോ അവളെ തൊട്ടപ്പോൾ അവളുടെ കൂന് മാറി അവൾ നിവർന്നു നിന്നു. ഈ കൂനുള്ള സ്ത്രീക്ക് സൗഖ്യം കൊടുത്തപ്പോൾ അവിടെയുള്ള ആളുകൾ കുറേ പേര് ഈശോയെ വിമർശിക്കാൻ തുടങ്ങി. രോഗശാന്തിക്കായിട്ട് വരുന്ന ആളുകളെയും വിമർശിക്കാൻ തുടങ്ങി. ആഴ്ചയിൽ 6 ദിവസം ഉണ്ടല്ലോ വേറെ, ഈ സാപത്തിൽ തന്നെ വന്ന് രോഗശാന്തി നേടേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ള ദിവസങ്ങൾ വന്നാൽ പോരെ, എന്തിനാ ഇന്ന് തന്നെ ഈ സാപത്തിൽ തന്നെ രോഗശാന്തി കൊടുക്കുന്നത്? കണ്ടോ, ഒരു നന്മ ചെയ്യുമ്പോൾ വീണ്ടും ഇതാ നെഗറ്റീവ് ക്രിറ്റിസിസം നടത്തുന്ന മനോഭാവത്തെ നമ്മളോട് നോക്കിക്കാണുകയാണ് സുവിശേഷത്തിൻ്റെ ആളുകളിൽ. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടിങ്ങനെ ആളുകൾ, പള്ളികളിൽ കാണാം, ഇടവക യോഗങ്ങളിൽ കാണാം, മറ്റ് സമൂഹങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കാണാം. എന്തിനേയും വിമർശിക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് 1-2 ലക്ഷ്യങ്ങളുണ്ട്. ചിലർ വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ വികാരിച്ചം പറയുന്നതിനൊക്കെ അടിച്ച് എതിർത്ത് പറയുക. അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വലിയ ആളായി എന്നുള്ള ചിന്ത, ഈഗോ കോംപ്ലക്സ്, ഞാൻ വലിയവൻ, ഈ അച്ഛനൊക്കെ ആര്. ക്രിയേറ്റീവ് ക്രിറ്റിസിസം നല്ലതാണ്. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി വിമർശനം ചെയ്യാം, അത് നല്ലതാണ്, അത് പോസിറ്റീവാണ്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈശോ മറിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു കാള കിണറ്റിൽ പോയാൽ എടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് നിയമമുണ്ട്. 18 വർഷമായിട്ട് ഈ ബന്ധനാവസ്ഥയിൽ കിടക്കുന്ന ഈ സ്ത്രീക്ക് സാപത്തിൽ സൗഖ്യം കൊടുത്തതിൽ എന്താ തെറ്റ്? ആ ഒരു ചിന്ത നമുക്കില്ല. എന്തിനേയും ഏതിനേയും വിമർശിക്കുക, ആ ഒരു തെറ്റായ ശൈലി ക്രൈസ്തവർക്ക് അനുയോജ്യമല്ല. ഇത് യേശുവിൻ്റെ മനോഭാവമല്ല. അതുകൊണ്ട് നന്മ കാണാനുള്ള കണ്ണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഓരോ അത്ഭുതങ്ങൾ പറയുമ്പോഴും ഈ പ്രതികരണം വന്നതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. വി ഷുഡ് ഹാവ് പോസിറ്റീവ് മൈൻഡ് ആൻഡ് പോസിറ്റീവ് ക്രിറ്റിസിസം, നോട്ട് നെഗറ്റീവ് ക്രിറ്റിസിസം. ഒരാളെ ഇല്ലായ്മ ചെയ്യുക. ഇന്ന് മീഡിയയിലൂടെ ഒക്കെ കാണുന്നത് അത് തന്നെയാണ്. എല്ലാം കടുത്ത വിമർശനങ്ങൾ, എല്ലാം നെഗറ്റീവായിട്ട്. നമ്മൾ മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കണം, കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കണം. അതിന് മറ്റുള്ളവരുടെ ചെരുപ്പിൽ കയറി നിൽക്കണമെന്നോട് ഞാൻ പറയും. എൻ്റെ ചെരുപ്പിൽ നിന്ന് മറ്റുള്ളവരെ വിധിക്കരുത്. ഒരിക്കലൊരു ധ്യാനപ്രാസംഗികൻ, ഇപ്പോൾ യൂത്തിൻ്റെ ധ്യാനം നടക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ കൈയടിച്ച് പാടിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു യുവാവ് മാത്രം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, ഞാൻ എല്ലാ യുവജനങ്ങളോട് പറയുന്നത് കൈ കൊട്ടി പാടണമെന്ന്. ഇവൻ വീണ്ടും ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, അവനെ നോക്കുന്നില്ല, പൊതുവിൽ പറഞ്ഞു, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ, എല്ലാവരോടും ഞാൻ പറയണോ കൈ കൊട്ടി പാടണമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യുവാവ് ഈ കൈ ഇങ്ങനെ എടുത്ത് കാണിച്ചു. ഇവന് കൈപ്പത്തി ഇല്ല. കൈപ്പത്തി ഇല്ലാത്ത ആളാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഇത് കണ്ടോടുകൂടി ആ ധ്യാനഗുരുവിന് പിന്നെ ധ്യാനപ്രസംഗം നടത്താൻ പറ്റിയില്ലെന്ന് പറയുന്നത് കേട്ടു. കാരണം അപ്സെറ്റായി പുള്ളി. നമുക്കറിയാം, അവന് കൈപ്പത്തി ഇല്ലാത്ത ആളോട് കൈയടിച്ച് പാടാൻ നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ വിമർശിച്ചിട്ട് കാര്യമില്ല അവനെ. അപ്പം മറ്റുള്ളവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അന്യരെ വിധിക്കാതിരിക്കുക. ഇവിടെ അന്യരെ കയറി വിധിക്കുന്ന, എന്തിനാ ഈ സാപത്തിൽ രോഗശാന്തി കൊടുത്തേ, എന്തിനാ ഈ സാപത്തിൽ രോഗശാന്തി വന്ന് വാങ്ങിച്ച്, ഇങ്ങനെയൊക്കെ വിമർശിക്കുന്ന രീതി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വന്തമാക്കാനായിട്ട് ഈ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയ ഈ അത്ഭുതം, ആ സാഹചര്യവും നമുക്ക് സഹായകമാകട്ടെ. നമ്മൾ ഈശോയുടെ 37 അത്ഭുതങ്ങളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1-2 എപ്പിസോഡുകളിലായിട്ട് ആദ്യത്തെ അത്ഭുതങ്ങൾ കുറേ നമ്മൾ കണ്ടു. 3-ാമത്തെ എപ്പിസോഡിൽ ഇപ്പോൾ നമ്മൾ 30-ാമത്തെ അത്ഭുതം ആണ്
കണ്ടു കഴിഞ്ഞത്. ഇനിയും 37 അത്ഭുതങ്ങൾ, ബാക്കിയുള്ള 7 അത്ഭുതങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.